ഇന്നൊരു ക്യുക്കുംബർ പച്ചടിയാണ് വയ്ക്കാൻ പോകുന്നത്. അതിനുള്ള ക്യുക്കുംബറാണ് ഇരിക്കുന്നത്. നല്ല ലോങ് ക്യുക്കുംബറാണ് കിട്ടിയത്. ഇത് എല്ലാ സമയത്തും സ്റ്റോറിൽ അവൈലബിൾ ആണ്. വിൻ്ററിലും സമ്മറിലും ഒക്കെ അവൈലബിൾ ആണ്. അതിനുള്ള യോഗട്ടാണ് 1½ കപ്പ് ഉണ്ട്. നല്ല തിക്ക് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് ചേർക്കാനുള്ള ഒണിയനാണ് ഒരു കപ്പ് ഫുൾ ഉണ്ട്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ജിഞ്ചർ 1 ടേബിൾ സ്പൂൺ ആൻഡ് 3 ഗ്രീൻ ചില്ലി വെച്ചിട്ടുണ്ട്. കൂടുതൽ വേണ്ടിയവർക്ക് വയ്ക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ആൻഡ് കറി ലീഫ്. ഇനിയുള്ള ഐറ്റങ്ങളൊക്കെ അന്നേരം കാണിക്കുന്നതായിരിക്കും. ഇനിയും ക്യുക്കുംബർ ചോപ്പ് ചെയ്യാൻ പോകുന്നു. ക്യുക്കുംബർ ഇങ്ങനെ നല്ലതുപോലെ പൊടിയായിട്ട് കൊത്തി അരിയണം. പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് കൊത്തിയിട്ട് ഇതുപോലെ അരിഞ്ഞിടണം. ഈ ഷേപ്പിലാണ് ഇരിക്കേണ്ടത്. പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായപ്പോൾ വഴറ്റാനുള്ള ഒണിയൻ ചേർക്കുന്നു. അതിലേക്ക് ഒണിയൻ, ജിഞ്ചർ ആൻഡ് ഗാർലിക് ചേർക്കുന്നു. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചിരുന്നത്. കുറച്ച് കറി ലീഫ് ചേർക്കുന്നു. ഈ കൂട്ട് കളർ മാറാതെ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഈ കൂട്ട് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചതച്ചതിടുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ക്യുക്കുംബർ അരിഞ്ഞതിടുന്നു. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നു. സോൾട്ട് പാകത്തിന് ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കവർ ചെയ്ത് കുക്ക് ചെയ്യുക. ഈ കൂട്ട് കുക്കായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കുന്നു. ആ കൂട്ട് തണുക്കുമ്പോഴത്തേന് കടുക് വറക്കുന്നു. പാനിൽ ഓയിൽ ഒഴിച്ചു കടുക് വറുത്തു. അതിലേക്ക് വറ്റൽമുളക് ഇടുന്നു, കറി ലീഫ് ഇടുന്നു. ഈ കൂട്ടിന് ചെറിയ ചൂടുള്ളപ്പോൾ തൈര് അതിലേക്ക് ഒഴിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഉപ്പ് പോരായെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. ചൂട് കൂടുതലുള്ളപ്പോൾ തൈര് ഒഴിച്ചാൽ പച്ചടി പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെറിയ ചൂടോടെ തൈര് ഒഴിക്കുന്നത്. ഇനി ഈ കൂട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനിയും കടുക് വറുത്തൊഴിക്കാൻ പോവുകയാണ്. പച്ചടിയിലേക്ക് ഈ വറുത്ത കൂട്ട് ചേർക്കുന്നു. ക്യുക്കുംബർ പച്ചടിയിൽ വറുത്ത കൂട്ട് ചേർത്തു. നല്ല ടേസ്റ്റുള്ള ക്യുക്കുംബർ പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.